ലൂസിഫർ എന്ന ആദ്യ സംവിധാന ചിത്രത്തിലൂടെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ പ്രേക്ഷകരുടെ മനം കവർന്നതാണ്. മാസ് ആക്ഷൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകളിലും തിയേറ്റർ എക്സ്പീരിയൻസിലും തന്റേതായ സ്ഥാനം കുറിച്ചുകൊണ്ടായിരുന്നു അന്ന് പൃഥ്വി എത്തിയത്. പിന്നീട് വന്ന ബ്രോഡാഡി ഫീൽ ഗുഡ് കോമഡി ജോണറിൽ എത്തിയ ചിത്രമായിരുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എമ്പുരാനാകട്ടെ സമീപകാലത്തെ മലയാളികൾക്കിടയിൽ ഏറ്റവും പ്രീ റിലീസ് ഹൈപ്പ് നേടിയ ചിത്രമായി മാറി. ഈ മൂന്ന് സിനിമകളെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും സംവിധായകൻ എന്ന നിലയിൽ തിയേറ്ററുകളിൽ വലിയ ഗ്യാരണ്ടിയുള്ള താരമായി പൃഥ്വിരാജ് മാറിക്കഴിഞ്ഞു. പൃഥ്വിരാജിന്റെ അടുത്ത സംവിധാന ചിത്രത്തിനായി മലയാളികൾ മാത്രമല്ല പാൻ ഇന്ത്യൻ ലെവലിൽ കാത്തിരിക്കുന്ന ആരാധകരുമുണ്ട്. ലൂസിഫറിന്റെ മൂന്നാം ഭാഗമായി എസ്രയേൽ, ഹോംബാലെ പ്രൊഡക്ഷന്റെ ബാനറിൽ ടൈസൺ എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. മറ്റ് ചിത്രങ്ങളെക്കുറിച്ചും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മനായ നടി മല്ലിക സുകുമാരൻ. മൂന്നോളം വലിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഓഫർ പൃഥ്വിരാജിന്റെ മുമ്പിൽ വന്നിരുന്നു എന്നാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ. മലയാള ചിത്രവും അന്യഭാഷാ ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ടെന്നും ആദ്യം മലയാള ചിത്രമാകും റിലീസിനെത്തുകയെന്നും മല്ലിക പറഞ്ഞു. കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. അവൻ വൈകാതെ കൊച്ചിയിലെത്തും. നോബഡി ഷൂട്ട് കഴിഞ്ഞാൽ രാജമൗലി ചിത്രത്തിലും പിന്നീട് ഖലീഫയിലെയും ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊച്ചിയിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നേരിട്ട് ചോദിച്ചോളൂ. എനിക്ക് ആ സിനിമകളിലെ ചെറിയ വൺ ലൈനുകളല്ലാതെ കഥയൊന്നും അറിയില്ല. അത് ഞാൻ ചോദിക്കാറുമില്ല. എനിക്ക് അതൊന്നും അറിയാതെ നിങ്ങളെപ്പോലെ തന്നെ സിനിമ വന്ന് കാണാനാണ് ഇഷ്ടം. ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് കഥ രാജു പറയുമ്പോൾ അവസാനം ആരെങ്കിലും മരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു പോകും. "എന്താ അമ്മേ അങ്ങനെ ചോദിക്കുന്നത്" എന്നാകും രാജുവിന്റെ മറുപടി. ഈ പ്രായമല്ലല്ലോ, അപ്പോൾ അതൊക്കെ ആണ് ചോദിക്കാൻ തോന്നുക. പിന്നെ ഇപ്പോഴത്തെ സിനിമകൾ പലപ്പോഴും ഹാപ്പി എൻഡിങ് ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു.